നമുക്ക് രഹസ്യങ്ങളോട് വല്ലാത്തൊരു താല്പര്യമുണ്ട്. രഹസ്യമായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയോടും രഹസ്യങ്ങളോടൊക്കെ മനുഷ്യനൊരു താല്പര്യമുണ്ട്. അതായത് വായിച്ച കഥകളിലൊക്കെ കഥാപാത്രങ്ങൾ മറ്റാർക്കറിയാതെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഈ രഹസ്യങ്ങൾ എന്നത് കഥാപരിസരത്തെ ഉദ്യോഗപരിതമാക്കാൻ അത് ബോധപൂർവം ഉപയോഗിക്കുന്നതാണ്. അതെ, അങ്ങനെ ബോധപൂർവം തന്നെ പറയാം. ഇവിടെ നമുക്ക് രഹസ്യങ്ങളോട് വല്ലാത്തൊരു താല്പര്യമുണ്ട്. രഹസ്യമായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയോടും രഹസ്യങ്ങളോടൊക്കെ മനുഷ്യനൊരു താല്പര്യമുണ്ട്. ബോധപൂർവം എന്ന് പറഞ്ഞാൽ അതിനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ചിന്ത എപ്പോഴും എഴുതുമ്പോൾ ഉണ്ട്. ആൾക്കാർ എന്തെങ്കിലും വായിക്കുമ്പം അടുത്ത വരിയിലേക്ക് അവർക്ക് പോകാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ഒരു രഹസ്യം, ഒരു നിഗൂഢത, അല്ലെങ്കിൽ പൊതുവേ മനുഷ്യരെല്ലാവരും ഒരു നിഗൂഢത പേറുന്നവരാണ്. എല്ലാവരും അവരവരുടെ ലോകത്തിൽ ജീവിക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ നിഗൂഢത മനുഷ്യൻ എത്രത്തോളം ആഴത്തിൽ പ്രകടിപ്പിക്കാതെ എങ്ങനെ ഈ ഒരു നിഗൂഢമായി ജീവിക്കുന്നു, അത്രയും നമുക്ക് അവരോടുള്ള ഒരു താല്പര്യം കൂടും, അവരെ കുറിച്ച് അറിയാനുള്ള. അപ്പോൾ അത് തന്നെ കഥകളിൽ വരുമ്പോൾ കുറച്ചും കൂടി വായിക്കുന്നവർക്ക് കുറച്ചും കൂടി അത് ഇഷ്ടവും തോന്നും. അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ഉദ്വേഗം അവരിൽ എപ്പോഴും ഉണ്ടാവും. അത് ഒരു എഴുതുന്ന ആൾ എന്ന നിലക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ അങ്ങനെ വല്ലാതെ ഒരു കഥാപാത്രത്തെ ഫോളോ ചെയ്ത് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കഥയിലേക്ക് അങ്ങനെ ആഴത്തിൽ പോകണം എന്നുള്ളത്. നിഴൽപോരിലെ ദൈവങ്ങൾ മറ്റ് ജീവജാലങ്ങളെ പോലെ ഒരു വർഗമാണെന്ന സങ്കല്പം വളരെ പുതുമയുള്ളതാണ്. പരമ്പരാഗതമായിട്ടുള്ള ഭക്തി പ്രസ്ഥാനങ്ങൾ ദൈവങ്ങളിൽ നിന്ന് മാറി ലൗകികമായ ദൈവസങ്കല്പത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അത് ഈ തെയ്യങ്ങളുടെ മിത്തുകളിൽ തന്നെയാണ്. തെയ്യങ്ങളൊക്കെ മിക്കവാറും തെയ്യങ്ങൾ നമ്മുടെ മനുഷ്യർ തന്നെയാണ് ദൈവങ്ങളായിട്ട്. അപ്പൊ അവര് യഥാർത്ഥത്തിൽ അവരെല്ലാ വിചാരങ്ങളും കടന്ന് ഒരു തലത്തിലെത്തിയപ്പോൾ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിലുള്ള അവർ ദൈവങ്ങളായി മാറുകയാണ്. ദൈവം എന്ന ഒരു സങ്കല്പം വലിയ സങ്കല്പത്തിലേക്കൊന്നും പോകാതെ മനുഷ്യരെ പോലെ തന്നെ എല്ലാതരം വിചാരങ്ങളുള്ള ഒരു ആളുകളായിട്ട് ദൈവങ്ങളെ ചെറുപ്പത്തിലേ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ മിത്തുകൾ തന്നെയാണ് അതിലെ സ്വാധീനം. ഈ തെയ്യങ്ങളുടെ ഐതിഹ്യ കഥകളിൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരെന്നല്ല നമ്മളെ തെയ്യങ്ങൾ. കൂടുതലും ഇവിടെ തന്നെ ജീവിച്ച് മരിച്ചവരാണ് തെയ്യങ്ങളായി മാറിയിട്ടുള്ളത്. ആ മിത്തിന്റെ പിൻബലത്തിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് വെറും മനുഷ്യർ തന്നെയല്ലേ. അവരെ മുൻകാല ജീവിതത്തെ കുറിച്ചാണ് ഞാൻ എപ്പോഴും ഒരു തെയ്യം കാണാൻ പോയൊക്കെ മുൻകാല ജീവിതത്തെ കുറിച്ചാണ്, എന്തായിരിക്കും അയാൾ അക്കാലത്ത് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത്. അത് തന്നെയാണ് അങ്ങനെ കാണാൻ പ്രേരിപ്പിച്ചത്. പിന്നെ നമ്മൾ മറ്റാരാധനകളും ഉണ്ടല്ലോ, പാമ്പുകളെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ തന്നെ പരസ്പരം ദൈവമാവുന്ന മനുഷ്യനും മൃഗങ്ങളും എല്ലാവരും പരസ്പരം ദൈവമാകുന്നൊരു വിശാലമായ ഒരു ലോകമാണ് ഇതെന്ന്. പുറത്തുനിന്ന് നമ്മൾക്ക് വലിയൊരു ദൈവത്തിന് ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് പരസ്പരം ചേർത്ത് പിടിക്കാൻ ഈ സങ്കല്പം ഉണ്ടായാൽ മതി എന്ന തോന്നലിലൂടെയാണ് അത് വന്നത്. നിഴൽപോര് എന്ന നോവലിന്റെ ടൈറ്റിൽ ഈ പേര് മനുഷ്യർ തമ്മിലുള്ള സംഘർഷത്തെയാണോ അതോ മനുഷ്യനും ദൈവങ്ങളും തമ്മിലുള്ള അദൃശ്യമായ പോരാട്ടത്തെയാണോ പ്രതിനിധീകരിക്കുന്നത്? എങ്ങനെയാണ് ഈ ടൈറ്റിലേക്ക് എത്തിച്ചേർന്നത്? നോവൽ എഴുതി കഴിഞ്ഞിട്ട് കുറച്ച് നാള് കഴിഞ്ഞിട്ടാണ് ഈ പേര് കിട്ടുന്നത്. നിഴൽപോര് ഞാൻ നോവലിനെ ആകെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് പരസ്പരമുള്ളൊരു അവനവനോട് തന്നെയുള്ള യുദ്ധമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമുക്കൊന്നും പ്രത്യേകിച്ച് നേടാനില്ലാതെ അവനവനോട് തന്നെ യുദ്ധം ചെയ്ത് നടക്കുന്ന ആൾക്കാരായിട്ടാണ് ഈ ഇതിലെ കഥാപാത്രങ്ങളെ എനിക്ക് പിന്നീട് എഴുതി കഴിഞ്ഞപ്പോൾ തോന്നിയത്. അങ്ങനെയാണ് സ്വന്തം നിഴലിനോട് പോരടിക്കുന്നവർ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നവരെന്ന നിലക്ക് ആ പേരിലേക്ക് എത്തിച്ചേർന്നത്. നമ്മുടെ നിഴൽപോരില് കമ്മാരന് ദൈവം വെളിപ്പെടുത്തി നൽകുന്ന രഹസ്യങ്ങളുണ്ട്. അത് അയാളുടെ ജീവിതത്തെ തന്നെ വല്ലാതെ മാറ്റുന്നുമുണ്ട്. ഇതിൽ ചോദ്യം ഇതാണ്, മനുഷ്യനെ അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ അറിയുന്നത് അനുഗ്രഹമാണോ അതോ ശാപമാണോ? ഈ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ അത് എഴുതുമ്പോൾ എങ്ങനെയായിരുന്നു? അത് ഒരു ശാപമായിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം നമ്മൾ മുൻകൂട്ടി അറിയുന്ന ജീവിതം വളരെ ബോറിംഗ് ആയ ഒന്നായിരിക്കുമല്ലോ. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റിയാൽ അത്രയും ബോറായ ഒരു ലൈഫ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ഈ കഥാപാത്രത്തിന് അങ്ങനെ ആ രീതിയിലുള്ളൊരു ഇത് കൊടുത്തത്. അയാളുടെ ജീവിതത്തിനെ കുറിച്ച് അയാൾക്ക് മുഴുവനായിട്ട് അറിയാം, മുൻകൂട്ടി അറിയാം. ആ അറിയുന്ന ജീവിതം ആയതുകൊണ്ട് അയാൾ എങ്ങനെയോ ഇത് ജീവിച്ച് തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇനി അടുത്തത് എന്താണ് സംഭവിക്കേണ്ടതെന്നും അടുത്ത നേരിടാൻ പോകുന്നത് എന്താണെന്നും അറിയുന്നത് കൊണ്ട് തന്നെ അതിൽ അയാൾക്ക് വലിയ അത്ഭുതങ്ങളില്ല, അതിനെക്കുറിച്ച് ആശങ്കകളില്ല. അപ്പോൾ വെറുതെ ഒരു
ജീവിതം ആയി പോകും എന്നതാണ് എനിക്ക് തോന്നുന്നത്. വളരെ ബോറിംഗ് ലൈഫായിരിക്കും. കമ്മാരന്റെ ജീവിതത്തിൽ മറ്റു പലതും നടക്കുന്നുണ്ട്, പലതും മുൻകൂട്ടി അറിയുന്നുമുണ്ട്. അറിയുന്നത് അയാളെ ജീവിതത്തിന് വളരെ മോശമാക്കിയിട്ടേ ഉള്ളൂ. അവസാനം അയാൾ പറയുന്നുണ്ടത് അങ്ങനെയാണ്. ആ കഥാപാത്രം പറയുന്നത് അവസാനം, അതായത് മുൻകൂട്ടി ഇങ്ങനെ ദൈവങ്ങളെ കണ്ടുമുട്ടണ്ടായിരുന്നു എന്നാണ് കമ്മാരൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ഇതിന്റെ അനുബന്ധമായിട്ട് തന്നെ ചോദിക്കാം, കമ്മാരൻ എന്ന കഥാപാത്രം പല തലങ്ങളുള്ള ഒന്നാണ്. കമ്മാരനെ സൃഷ്ടിക്കുമ്പോൾ മുന്നിലുണ്ടായിരുന്ന മാതൃകകൾ, അങ്ങനെ മാതൃകകൾ വല്ലതും ഉണ്ടായിരുന്നു മുന്നിൽ? മാതൃകകൾ ഉണ്ടോന്ന് വെച്ചാൽ പല മനുഷ്യരിൽ നിന്നാണ് ഒരു കഥാപാത്രത്തിനെ പൊതുവെ നമുക്ക് എടുക്കാൻ പറ്റുക. ഒരാളെ തന്നെ പൂർണ്ണമായിട്ടും എഴുതി കഴിഞ്ഞാൽ അയാൾ തന്നെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ പല മനുഷ്യരുടെ സ്വഭാവങ്ങളിൽ നിന്ന് ആണല്ലോ ഒരു കഥാപാത്രത്തിനെ രൂപപ്പെടുത്തി എടുക്കുക. മാതൃകകൾ ഉണ്ടോന്ന് വെച്ചാൽ കേട്ട കഥകളിലെ ചിലരുണ്ട്. വ്യക്തികളെ എനിക്ക് നേരിട്ട് കാണാത്ത, ഞാൻ ചെറുപ്പത്തിൽ കേട്ട കഥകളിലെ ചില ആൾക്കാർ അതിലുണ്ട് തീർച്ചയായിട്ടും. പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ചെറുപ്പം മുതൽ കേട്ട് വളർന്ന കഥകളിൽ പലരും അതിൽ കഥാപാത്രങ്ങളായിട്ടുണ്ട്. നമ്മുടെ നിഴൽപോരില്ലേ, മന്ത്രവാദത്തിന് വലിയൊരു സ്ഥാനമുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തില്, ആധുനിക കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരം വിശ്വാസങ്ങൾ നോവൽ കൊണ്ടുവരുമ്പോൾ അത് അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇടയാക്കും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു എഴുതപ്പെടുമ്പോൾ. അല്ല, എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ തന്നെയാണ്, അതായത് ഇപ്പം മിത്തിനെ മിത്തായിട്ട് കാണുന്ന ഒരു ആൾക്കാരുടെ ഇടയിലേക്കാണ് എഴുത്തിനെ കൊണ്ടുവരുന്നത് എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണോ? അത് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ആരും ഒരു നോവൽ വായിച്ചുകൊണ്ടൊന്നും മന്ത്രവാദത്തിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നൊന്നും തോന്നിയിട്ടില്ല. ജനങ്ങൾക്കെല്ലാം വിവരമുണ്ട്. അപ്പൊ ആ കാലഘട്ടം, പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് അതൊക്കെ കടന്ന് ഇപ്പോഴുള്ള സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ വിശ്വസിച്ചതൊക്കെ പിന്നീട് അത് മാറി വന്നു. ഇപ്പോൾ ഞാൻ അതിൽ നോവലിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, കറണ്ട് വന്നപ്പോൾ ഉള്ള മാറ്റങ്ങൾ. നമ്മൾ ആ പഴയ കാലഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഒരു തെറ്റല്ല. നമ്മൾ കഥകളോ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചരിത്രങ്ങളെയും കഥകളെയൊക്കെ നമ്മൾ പഴയ കാലത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് പുതിയ കാലഘട്ടത്തിൽ അത് വേറെ രീതിയിലായിരിക്കും വ്യാപിക്കുക ചില വിശ്വാസങ്ങൾ. എങ്കിലും ഇത് അങ്ങനെ ബാധിക്കുന്ന ഒന്നല്ല, അങ്ങനെ ആർക്കും തോന്നില്ല. തോന്നിയാലും അവർക്ക് അതെല്ലാം യുക്തിയുണ്ട്, വിവരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ നോവലിൽ ഒരു നോൺ ലീനിയർ ആഖ്യാന ശൈലിയാണ്, നേരേഖയിലല്ലാതെ കഥ പറയുന്നത്. വായനക്കാരനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ആഖ്യാന ശൈലി തിരഞ്ഞെടുത്തത് അതൊരു ബോധപൂർവമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണോ? അതെ, ബോധപൂർവമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് വായിക്കുമ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും വായനക്കാരൻ അതിൽ മുഴുവനായിട്ട് ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു തന സ്വഭാവമായിരിക്കും അത്. ഞാൻ ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോഴോ പൂർണ്ണ ശ്രദ്ധ അതിൽ കൊടുക്കാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും. അത് അല്ലാത്ത ഒരു നിമിഷമോ ഒരു വരിയോ വിട്ടുപോയി കഴിഞ്ഞാൽ അത് ആ ഒരു കഥാഗതിനെ ബാധിക്കുന്നെന്നാണ് ഞാൻ പഴയ കുറേ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പൂർണ്ണമായി അതിൽ ശ്രദ്ധിക്കണം എന്ന നിലക്ക് തന്നെയാണ് അത് അധ്യായങ്ങൾ കൃത്യമല്ലാത്ത രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരല്ല വായനക്കാരെന്ന് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെക്കാണെങ്കിൽ ബുദ്ധി അവർക്ക് എന്തായാലും വായിക്കുന്നവർക്കുണ്ട്, അവർ കണ്ടുപിടിച്ചോളും. ശരിക്കും പ്രവാസിയായ ഒരാൾ കൂടിയാണ്. എഴുത്തിനെ പ്രവാസം എത്രത്തോളം സഹായിക്കുന്നുണ്ട്? അതായത് ഇപ്പം നാട്ടിലല്ലാതെ ഇത്രയും ദൂരത്തിലിരുന്ന് എഴുത്ത് പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. മിക്കപ്പോഴും എഴുതുന്നത് നമ്മുടെ നാടിന്റെ പശ്ചാത്തലത്തിലുള്ള കഥകളാണ്. ഒരു പ്രവാസിയായിരുന്നിട്ട് പ്രവാസത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കഥകളൊന്നും ഇതുവരെ വന്നു തുടങ്ങിയിട്ടില്ല. എങ്ങനെയാണ് പ്രവാസം എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ സ്വാധീനിക്കുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ ഓർമ്മകളാണെന്ന് തോന്നുന്നു കൂടുതൽ എഴുത്തിലേക്ക്, നമ്മുടെ ഓർമ്മകൾ ആണെന്ന് തോന്നുന്നു ചിന്തകളായിട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രവാസി അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു എഴുത്തിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഞാൻ ഒരു വായനക്കാരനായിട്ട് മാത്രം ഇവിടെ നിന്നേനെ. ഒരു വായിക്കുമ്പോഴും ഈ വായനയുടെ ഈ ദേശത്തിൻ്റെയൊക്കെ സ്വാധീനം, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാകുന്നത് പുറത്തു പോയപ്പോഴാണ്. പുറത്തു പോയിട്ട് നമ്മളെ ഒരു നാടിനെ ഒരു ആകാശക്കാഴ്ചയിൽ എന്ന പോലെ ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെ ഇത്രയും വിലപ്പെട്ട സംഗതികൾ, കഥകളായാലും മറ്റ് ഐതിഹ്യങ്ങളായാലും എല്ലാം നമ്മൾ കാണുന്നത്, നമ്മുടെ കാഴ്ചയിലേക്ക് അതൊക്കെ വരുന്നത്. ചെറുപ്പത്തിലൊക്കെ കണ്ട ചില കാഴ്ചകളൊക്കെ പിന്നീട് എപ്പോഴും ഓർമ്മിക്കാൻ പാകമായിട്ടുള്ള പുറത്തുള്ളത് കൊണ്ടാണ്. ഒരു തരം നൊസ്റ്റാൾജിയാണത്. പക്ഷെ അതെനിക്ക് നന്നായിട്ടാണ് വന്നിട്ടുള്ളത്. ആ നൊസ്റ്റാൾജി എന്ന നിലയ്ക്ക് ഞാൻ അതിനോട് ഭയങ്കരമായിട്ട് അത് തന്നെ പേറി നടക്കുന്ന ഒരാളല്ല. എങ്കിലും അതെനിക്ക് കഥ പറയുന്ന സമയത്ത്, നാടിന്റെ കഥ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് നാട്ടിൽ വന്നാലേ ചിലത് നമ്മൾ തേടിപ്പിടിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. എങ്കിലും നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റുന്നത് നമ്മൾ അനുഭവിച്ച കുറെ ഇമേജുകൾ തന്നെയാണ്, നാടിന്റെ ഇമേജുകൾ. ഇനി
തിരിച്ച് പ്രവാസത്തിലെ കഥകളോ മറ്റോ എഴുതണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് നോക്കുമ്പോഴാണ് ആ ജീവിതത്തെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ കാണുമ്പോൾ ആ ആൾക്കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ്, നാട്ടിലായാലും അവിടെയായാലും. അതിൽ നിന്ന് പുറത്തു നിന്ന് നോക്കുമ്പോഴാണ് ആ കാഴ്ച കുറച്ചും കൂടി വ്യക്തം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എഴുത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മലയാള സാഹിത്യത്തിലായാലും ലോക സാഹിത്യത്തിലായാലും ഏതൊക്കെ എഴുത്തുകാരാണ് രചനയെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നാണ് കരുതുന്നത്? ഇപ്പം നമുക്ക് ചില എഴുത്തുകളോട് പ്രത്യേകിച്ചുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ ചില ആളുകളുടെ എഴുത്തിനോട്. അത്തരത്തിലുള്ള ഇഷ്ടങ്ങൾ രചനയെ സ്വാധീനിച്ചിട്ടുണ്ട്? തീർച്ചയായും ഉണ്ട്. അത് എല്ലാ എഴുത്തുകാർക്കും എന്ന പോലെ ഞാനും ഓരോ എഴുത്തുകാരുടെ കഥകളും നോവലുകളൊക്കെ വായിച്ച് അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പിന്നീട് എഴുത്തിലേക്ക് എങ്ങനെയോ അറിയാതെ വന്നു പോയത്. എഴുതണമെന്ന് ആഗ്രഹിച്ച് എഴുത്തുകാരനെന്ന് ആഗ്രഹിച്ച് നടന്നൊന്നല്ല, പെട്ടെന്നൊരു ദിനം മുതൽ എങ്ങനെയോ ഞാൻ വലതൊക്കെ എഴുതി അങ്ങനെ വന്നു പോയതാണ്. തീർച്ചയായും മലയാളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്ത് സന്തോഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ കഥകൾ ഞാൻ ചെറുപ്പം തൊട്ടേ വായിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം എൻ്റെ കഥകളിൽ അല്ലെങ്കിൽ എൻ്റെ എഴുത്തിലേക്ക് എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥ വായിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വേറെ എഴുത്തുകാരുണ്ട്, എസ് ഹരീഷ്, അങ്ങനെ കുറച്ച് എഴുത്തുകാരുണ്ട്. ഞാൻ ഓരോരുത്തരായി പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അവർ എഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്കും കൂടി ഒരു കഥ എഴുതാൻ കഴിയുമോ, ഇതുപോലെ നമുക്ക് എഴുതാമോ എന്നൊരു ചിന്ത വരുന്നത്, ഒരു പ്രേരണ ഉണ്ടാകുന്നത് അവരിൽ നിന്നാണ് തീർച്ചയായിട്ടും. അല്ലാതെ ചില പുസ്തകങ്ങൾ വായിച്ചാൽ അത് പോസിറ്റീവ് സൈഡാണ് പറയുന്നത്, നെഗറ്റീവല്ല. ചില പുസ്തകങ്ങൾ വളരെ ഭാഷാപരമായും ഒക്കെ വളരെ കെട്ടുറപ്പുള്ള ചിലത് വായിച്ചാൽ നമുക്ക് വലിയ ആശങ്കയും വരും, നമ്മളെങ്ങനെ കഥ എഴുതുന്നു. അങ്ങനെയും ഉണ്ട്. അത് രണ്ട് തരത്തിലും ബാധിക്കുന്നുണ്ട്. എങ്കിലും എല്ലാവരെയും പരമാവധി ആളുകളെ വായിക്കാനും അവരുടെ എഴുത്ത് ശൈലി അല്ലെങ്കിൽ അവരുടെ എഴുത്ത് രീതികൾ എന്താണെന്ന് സൂക്ഷ്മമായി നോക്കാനും ശ്രമിക്കാറുണ്ട്. അത് മനഃപൂർവ്വമായിരുന്നില്ല, പുതിയ കാല എഴുത്തുകാരിലും അങ്ങനെ എല്ലാവരെയും ഞാൻ വായിച്ചിട്ടുണ്ട്. ആരെയും അങ്ങനെ വായിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്, എല്ലാവരെയും വായിച്ചിട്ടുണ്ട്. ആദ്യത്തെ നോവൽ ഇറങ്ങിയിട്ട് ഇപ്പം കുറച്ച് ഇടവേള വരുവാണ്. അപ്പൊ അടുത്തൊരു നോവലിന്റെ പണിപ്പുര അല്ലെങ്കിൽ എഴുത്തിന്റെ പണിപ്പുര എങ്ങനെയാണ്? അതായത് ഇപ്പൊ ഒരു പ്രവാസി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവിടുത്തെ ജോലി തിരക്കിനിടയിൽ എങ്ങനെയാണ് ഇപ്പൊ എഴുത്തിനെ കൊണ്ടുപോകുന്നത്? എപ്പോഴായിരിക്കും ഇനിയൊരു പുതിയ ഒരു നോവൽ ഉണ്ടാവുക? എഴുത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു കൃത്യമായിട്ടൊന്നും പറയാനില്ലേ കഴിവില്ല. കാരണം എൻ്റെ എഴുത്ത് എപ്പോഴാണ് സംഭവിക്കുന്നത്, ഞാൻ എപ്പോഴാണ് എഴുതുന്നതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സമയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എങ്കിലും അതിനായി മാറ്റി വെക്കുന്നത് ആ സമയത്ത് എഴുതപ്പെടുന്ന ചിലത് ചെയ്യാനുണ്ട്. ഞാനൊരു നോവലിൻ്റെ പണിയിലാണ്. കുറച്ച് പേജുകൾ അത് എഴുതി. പിന്നെ ഒരു കഥാസമാഹാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ലേഖനങ്ങൾ എഴുതാറുണ്ട്, തെയ്യം പഠനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഒരു പുസ്തകമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. 2-3 പുസ്തകങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് എപ്പോഴാകും എന്നുള്ളതിൽ ഉറപ്പില്ല. നോവൽ എഴുത്ത് എന്തായാലും ഈ വർഷം എഴുതാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എത്രത്തോളം ശരിയായി വരുമെന്ന് അറിയില്ല, എങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ആ നോവല് ഇപ്പോ ആദ്യത്തെ നോവലിന്റെ തുടർച്ചയായിരിക്കോ അല്ലെ അതേ പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കും ആ നോവല് കഥ പറയുന്നത്? ആ ഒരു ഭൂമികയിൽ നിന്നിട്ട് മിത്തും ഈ നാടിന്റെ ചരിത്രമൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണോ രണ്ടാമത്തെ നോവലിന്റെ പശ്ചാത്തലം? അല്ല, അങ്ങനെ അല്ലാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഒന്നിൽ തന്നെ ഒരേ പശ്ചാത്തലത്തിൽ തന്നെ കഥ പറയുന്നതിന് പകരം മറ്റെന്തെങ്കിലും പറയാനാണ് ആലോചിക്കുന്നതും അങ്ങനെയാണ്. ഇതുവരെ എഴുതി വന്നതും അങ്ങനെ തന്നെയാണ്. അത് എത്രത്തോളം മാറി അതിൽ നിന്ന് നമ്മുടെ നാടിനെ വിട്ട് പോകുമ്പോൾ എത്രത്തോളം നന്നാവും എന്നറിയില്ല. എങ്കിലും അങ്ങനെയാണ് ആലോചിക്കുന്നത്. അതിനുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.